Good evening, ma'am. Good evening. Good evening. എല്ലാവരും ഒന്ന് വന്നോട്ടെ കേട്ടോ, ജോയിൻ ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ. കുത്തിയിട്ടുണ്ട്, 32 ഉണ്ട്. മുപ്പത്തിനാ. Good evening. Good evening, Good evening, students. ma'am. Good evening. My name is Nirmala, the new English teacher. നിങ്ങൾക്ക് നസ്രിയ ടീച്ചർ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നതല്ലേ എടുത്തോണ്ടിരുന്നത്? Yes, ma'am. ആണല്ലോ. അപ്പൊ ടീച്ചർ എവിടെ വരെയൊക്കെ എടുത്തു? Noun and pronouns ന്റെ എടുത്തോണ്ടിരിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ്. നൗൺ ആൻഡ് പ്രോനൗൺസ് എടുത്തോണ്ടിരിക്കുന്നു അല്ലെ? അതിന്റെ അതിന്റെ ക്ലാസിഫിക്കേഷൻസ്. ജെൻഡർ ടൈപ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കണം അല്ലെ? ഓക്കെ. എത്ര പേരുണ്ട് നിങ്ങള് ഇപ്പൊ ജോയിൻ ചെയ്തേക്കണത്? 8 ദിവസം അല്ലേ? അപ്പോ ഭാവന എന്നാണോ പേര്? ഭാവന, ഭാവന എന്നാണ്. സബിതൈ, Sabika. സാബിക, ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടാം. ഭാവന എവിടെന്നാ? മാം, ഞാൻ തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക്ട്. തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക്ട്. ഓക്കെ. എന്താ പഠിച്ചോണ്ടിരുന്നത്? പ്ലസ് ടു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താണോ മോണ്ടിസോറിക്ക്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അല്ലെ മോണ്ടിസോറി ജോയിൻ ചെയ്തത്? ഓക്കെ. സാബിത? ഞാൻ മലപ്പുറമാണ് മാഡം. മലപ്പുറം അല്ലേ? പിന്നെ ഫാമിലിയൊക്കെ? ഫാമിലി 3 കുട്ടികള്. 3 കുട്ടികള്. കുട്ടികളൊക്കെ വലിയ കുട്ടികളാ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ? വലിയ കുട്ടി 8ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ശരി. എന്റെ മോനും അതേ 8ാം ക്ലാസ്സിലാ. വലിയ മറ്റേ 1ാം ക്ലാസ്സില്, മറ്റേ ചെറിയ കുട്ടി 2 വയസ്സായുള്ളൂ. ബാക്കിയോ കുഞ്ഞുങ്ങളാണ് അല്ലേ? അതെ അതെ. സാബിത എന്താ ഞാൻ മോണ്ടിസോറിക്ക് ഡിഗ്രി ചെയ്യണം? കഴിഞ്ഞു. ഡിഗ്രി ഏതായിരുന്നു? ഡിഗ്രി ഞാൻ ബികോം ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തതായിരുന്നു. ബികോം ഡിസ്റ്റന്റ് ആയിട്ടല്ലേ? ഏത് യൂണിവേഴ്സിറ്റി? ഭാരതിയാർ യൂണിവേഴ്സിറ്റി. ശരി. സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്നിട്ട്? കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി. ഓരോ ഗ്യാപ്പിൽ ഇങ്ങനെ കുട്ടികൾ ഉണ്ടായ ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് കോഴ്സുകൾ ഓരോന്നിങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഫാഷൻ ഡിസൈനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ മോണ്ടിസോറി. അപ്പൊ മോണ്ടിസോറി പഠിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അതെ അതെ. സന്തോഷായിട്ടിരിക്കുക കേട്ടോ.
എന്താണ് ആൽഫയോ? ആരാണ്? ആൽഫയാണോ ആൽഫയാണോ? ആൽഫ ആൽഫ ആ ആൽഫ പോയോ? സാറ അല്ലേ? സാറ വന്നോളൂട്ടോ. ആരൊന്നും ഇത് ചെയ്യണ്ട, ഭയക്കൊന്നും വേണ്ട. എല്ലാവർക്കും വന്ന് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവരും ഒരുമിച്ച് പരിചയപ്പെട്ടൊക്കെ ക്ലാസ് മുന്നോട്ടേക്ക് പോവാം. എന്നാലല്ലേ ഒരു ക്ലാസ്സിനൊരു ഇത് ഉണ്ടാവുള്ളൂ. നിങ്ങളെ എനിക്കും അറിയണ്ടേ, എന്നെ മാത്രം അറിഞ്ഞാൽ മതിയില്ലല്ലോ. സാറാ സാറാ സാറേ, ഞങ്ങക്ക് പറയണ കേൾക്കണില്ലേ? ദീപ ദീപ്തിയാണ് മാം മാം. സാറ ശരണ്യ. വന്നിട്ടുണ്ട്. ദീപ്തി ഒരു മിനിറ്റ്. സാറ എത്തിയിട്ടുണ്ട്. സാറ മാം സാറ അല്ല ശരണ്യ. ശരണ്യ. ആ ശരണ്യ. എവിടെന്നാ ശരണ്യ? ഞാൻ ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ല, ചെങ്ങന്നൂർ. ചെങ്ങന്നൂര്. ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ശരണ്യെ ഞാൻ ഒന്ന് കാണട്ടെ. ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഓക്കെ ശരണ്യ. വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. മാമിന്റെ പേരെന്താ? ഞാൻ ഇപ്പഴാ എന്റെ കേറിയത്, പേര് ലേറ്റ് ആയി. നിർമ്മല. അതെല്ലേ, ലൈറ്റ് ഓക്കെ. ആയിപ്പോയി. പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട് സ്വന്തം വീട് നൂറനാട്, ആലപ്പുഴ. ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ, ചെങ്ങന്നൂർ, പന്തളത്തുനിന്ന് 7 ആലപ്പുഴയിലാണ്. കിലോമീറ്റർ. ഉം, ഉം, അതെ. ഉം, ഉം. ഇപ്പൊ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ശരി. അതിനിടയില് മോണ്ടിസോറി പഠിച്ചു ജോലി വാങ്ങിക്കാമെന്ന് ഒരു ആഗ്രഹമൊക്കെ തോന്നി അല്ലേ? അല്ലേ ശരണ്യ? പിന്നെ കുട്ടികൾ ഇതുവരെ ആയി. അതെ. ഓക്കെ. ഇല്ല. ശരി. എത്ര വർഷമായപ്പോ ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട്? ശരി. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 5 വർഷമായില്ലേ? അപ്പോ വീട്ടില് വെറുതെ ഇരിക്കുവല്ലേ, അപ്പൊ ഓൺലൈൻ ക്ലാസ്സും കൂടെ ആയതുകൊണ്ട് അന്നേരം ഇത് എടുത്തതാ. ശരി. വെറുതെ ആണെങ്കിലും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണമല്ലോ അല്ലേ? അതെ. ഇഷ്ടമാണ്, ടീച്ചിങ് ഇഷ്ടമാണ്, വെറുതെ. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഓക്കെ. അല്ല, അപ്പൊ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിച്ച് ജോലിയിൽ കയറാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദീപയാണോ ദീപ്തിയാണോ? എന്റെ വീട് നോർത്ത് ദീപ്തിയാണ് മാം. പറവൂര്. കേട്ടോ? നോർത്ത് പറവൂര്, എറണാകുളം നോർത്ത് പറവൂര്. യെസ് മാം, കേട്ടിട്ടുണ്ട്. എന്റെ വീട് മാഞ്ഞാലിയാണോ ദീപ്തിയുടെ വീട്? സ്വന്തം നാട് മാഞ്ഞാലി. അതെ. ശരി. ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ മാളയിലാണ്. മാള. നമ്മൾ അത്ര വലിയ അകലില്ലാത്ത ആൾക്കാരാണ് അല്ലേ? സ്വന്തം നാടാണ് മാഞ്ഞാലി. സ്വന്തം നാട് മാഞ്ഞാലി. ഹസ്ബൻഡിന്റെ നാട് കുന്നുകര. കുന്നുകര. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയും. ഞങ്ങള് 18 ഇങ്ങോട്ടേക്ക് മാറിയത്. വെള്ളപ്പൊക്കം പേടിച്ച് മാറിയതാണോ? അതെ. പ്രളയത്തിന് ശേഷം പോകുന്നത്. അത് ശരി. പിന്നെ അവിടെ സെറ്റിൽഡായി അല്ലേ? തൃശ്ശൂര് നല്ലതാന്ന് തോന്നി, വെള്ളമൊന്നും കേറില്ല എന്നൊക്കെ തോന്നി അല്ലേ? അങ്ങോട്ടേക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. എന്നാലും വേനലായ വെള്ളത്തിന് മുല്ലപ്പെരിയാറിനെ ബുദ്ധിമുട്ടാണ്. പേടിക്കണ്ടല്ലോ
അല്ലെ? മുല്ലപ്പെരിയാറിനെ പേടിക്കണ്ട അല്ലെ? അത് വിശേഷം മാരീഡാണ്, 2 കുട്ടികളുണ്ട്. രണ്ട് കുട്ടികളും പഠിക്കാണ്. ബാക്കി വിശേഷം പറയൂ. ഞാൻ ഡിഗ്രി. വിശേഷം മാരീഡ് കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. 2 പിള്ളേര് പഠിക്കുകയാണ്. മൂത്തവൻ 5ലും രണ്ടാമത്തവൻ 2ലും. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. പഠിച്ചത് അങ്കമാലിയിലാണ്. അങ്കമാലി ഏത് ടിറ്റൂർ പവർ? അല്ലല്ല, ഞാൻ മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ്. മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ്. ഓക്കെ, ഹോം സയൻസ് കോളേജ്. ഞാൻ വഴിയെ എല്ലാവരും ഡിഗ്രി ഞാൻ കഴിഞ്ഞിട്ട് 11 വർഷമായി. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. കുട്ടികളൊക്കെ ആയാലും പിന്നെ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ പിന്നെ 11 പഠിക്കാനൊന്നും വർഷത്തിന് പോയില്ല. ശേഷം ഇല്ല. ശരി. B.Ed ഒക്കെ എടുക്കാനില്ലേ? പിന്നെ ഞാൻ B.Edന് ചേർന്നതാണ്. അപ്പോഴേക്കും കുട്ടിയുടെ ഇതായ കാരണം പിന്നെ അതിനിടെ കൂടെ PSC ക്ലാസ്സിലൊക്കെ പോയില്ല. പിന്നെ PSC കോച്ചിങ്ങിന് പോയിരുന്നു. എന്നെ പറ്റുമെങ്കിൽ ഇതേപോലെ തന്നെ B.Edഉം ചെയ്യാം. ഇഗ്നോന്റെ B.Ed ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ വഴി കേട്ടോ. ശരി മാം, താങ്ക് യു. ഡിസ്റ്റൻസ് വഴിയായിട്ട്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയായിട്ട് ഇഗ്നോന് B.Ed ഉണ്ട്, അത് ചെയ്യാം ഓക്കെ മാം കേട്ടോ. അപ്പോ what I am saying to you, എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ടോളാം കേട്ടോ. ആരും വിഷമിക്കണ്ട. എല്ലാവരെയും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഓരോ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടോളാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും അവനവൻ്റെ മൈക്രോഫോൺസ് മ്യൂട്ട് ചെയ്തിരിക്കണം കേട്ടോ. അതെനിക്ക് നിർബന്ധമാണ്. അതേപോലെ തന്നെ ചോദിക്കുന്ന ആള്, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓരോരുത്തരെ വിളിച്ചായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ ആള് ഉത്തരം പറയാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. കേട്ടില്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ മാം. കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഒന്നും കാണുന്നില്ല മാം. കാണാൻ പറ്റുന്നില്ല മാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം, കാണാൻ പറ്റുന്നില്ല. ഇല്ല, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ഇല്ല. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോഴോ? ഇപ്പൊ കാണാം മാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. യെസ് മാം.
Dada, da. ഇത് കാണുന്നുണ്ടോ? യെസ് മാം. കാണാം. ഓക്കെ. അപ്പോ നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നൗൺ എന്താണെന്നാണ്. നൗൺ അല്ലേ? എ നൗൺ that refers person, thing, animal മാം നൗൺ ഒക്കെ മറ്റേ and പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിച്ചു അല്ലേ? ഞാനൊന്ന് പഠിപ്പിച്ചു തരുന്നതാണ്. പഠിപ്പിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല മാം. പിന്നെ മാം അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കേട്ടിരുന്നാ മതി കേട്ടോ. That refers a person, thing, animal and ideas or feelings. That is called noun. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതുകൊണ്ട് ഞാൻ വിവരിച്ച് പറയുന്നില്ല. The noun is differentiated into two. First is proper noun and the second is common noun. Don't you understand? Don't you understand? യെസ് മാം. യെസ് മാം. മനസ്സിലായോ നിങ്ങൾ? യെസ് മാം. അപ്പൊ the noun is differentiated into two parts അല്ലേ? ഏതൊക്കെയാണ് നൗണിന്റെ പാർട്സ് എന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ ആൻഡ് കോമൺ നൗൺ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? പഠിച്ചു കഴിഞ്ഞോ? പ്രോപ്പർ നൗൺ എന്താണെന്നും കോമൺ നൗൺ എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. പഠിച്ചോ? പഠിച്ചോന്ന് കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. പഠിച്ചായിരുന്നു. പഠിച്ചതാണോ മക്കളെ? അത് പഠിച്ചായിരുന്നു അല്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ് മാം. അപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല്? എന്താണ് പ്രോപ്പർ നൗൺ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു സാധനത്തിന്റെയോ പ്രോപ്പർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേരെടുത്ത് പറയുന്നതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എന്താണ് പ്രോപ്പർ നൗൺ? Specific things, people and places, it is proper noun. In the proper noun അല്ലേ? ഗീത reads book അല്ലേ? ബുക്സ് അല്ലേ? ബുക്ക് അല്ലേ? അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അതെന്ന് വെച്ചാല് സ്ഥലത്തിന്റെയോ പേരുകളോ സ്പെസിഫിക്കേഷനോട് കൂടി കൊടുത്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ് മാം. മായ സ്പീക്സ് ഇംഗ്ലീഷ്. ഇവിടെ പ്രോപ്പർ നൗൺ ഉണ്ടോ? ഉണ്ടോ ഇവിടെ? പ്രോപ്പർ നൗൺ ഉണ്ടോ അവിടെ? യെസ് മാം. ഉണ്ട്. മായ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മായയില് അവിടെ എന്നതാണ് പ്രോപ്പർ നൗൺ എന്നത് ഉണ്ടോ? ഉണ്ട് മാം. ഉണ്ട്. യെസ് മാം.
ഒന്നും കേൾക്കുന്നില്ല, കട്ടായതാണോ? ഒന്നും കേൾക്കുന്നില്ല. മാം പോയോ? ഇത് മാം നെറ്റ് കട്ടായി കാണും, അതായിരിക്കും. നെറ്റ് ഇഷ്യൂസ് ആണ് അല്ലേ? ആയിരിക്കും. ഞാൻ ലെഫ്റ്റ് ആയി പോയതാണോ? എന്താണ് പ്രശ്നം? മാമിന്റെ നെറ്റ് കണക്ഷൻ പോയി തോന്നുന്നു. ഏതാ മാമിന്റെ പേരെന്താ? നിർമ്മല മാം. അതെ, ഇംഗ്ലീഷിന്റെ ആള് മാറിയില്ലേ? മിസ് മാറി തോന്നുന്നു. നോണ് നമുക്ക് എടുത്തതാണല്ലോ, അതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ആവൂല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ സ്ലൈറ്റ്? നേരത്തെ കാണാൻ പറ്റിയിരുന്നു മാം. ഇപ്പൊ കാണുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് പോകും, നിങ്ങൾ പഠിച്ചതാണല്ലോ, എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ മാം. കേട്ടോ, അപ്പൊ ഒരു പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി കാണിക്കാനായിട്ട് ഒന്ന് നോക്കാം ഞാൻ എന്നാലും കേട്ടോ. ഷെയർ സ്ക്രീൻ നോക്കാം കേട്ടോ. ഓക്കെ മാം. ഞാൻ വെറുതെ എഴുതി ഇങ്ങനെ കാണിച്ചു നോക്കാം. കാണുന്നുണ്ട് ഇപ്പോ? യെസ് മാം. ഇപ്പൊ കാണാം. യെസ് മാം. അപ്പൊ കാണാം അല്ലേ? അപ്പോ ഇവിടെ മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ മായയും നൗണാണ്, ഇംഗ്ലീഷും നൗണാണ് അല്ലേ? എന്താണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്ന? ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തെന്നാന്ന് പറയാം, ഒരു പ്രോപ്പർ നൗൺ എന്നത് നമുക്ക് പറയാം. നമുക്ക് എന്താണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്ക് ആളുകൾ അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ? ഹൂ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ്, വി വിൽ ഗെറ്റ് ദ ആൻസർ മായ. മായ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അല്ലെ? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിരിക്കും അല്ലെ? വി വിൽ ഗെറ്റ് ദ ആൻസർ ഈസ്, വി വിൽ ഗെറ്റ് ദ ആൻസർ മായ അല്ലെ? മായ, ഷീ ഈസ് മായ, ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ എന്നുള്ളത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് we will get that answer. And the second is Sachin is my favorite cricketer. ഇനി ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഇത് ഇതിനകത്ത് പ്രോപ്പർ നൗൺ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ? സച്ചിൻ. സച്ചിൻ. പിന്നെ ക്രിക്കറ്റർ. ക്രിക്കറ്റർ അല്ലെ? അപ്പൊ ഇതൊക്കെ പ്രോപ്പർ നൗൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. എന്നാൽ ഞാൻ പറയുകയാണ് എന്താണ്, നമുക്ക് കോമൺ നൗണിലേക്ക് വരുമ്പോൾ that refers people or things അല്ലെ? വസ്തുക്കളൊക്കെ റെഫർ ചെയ്യുന്നു. അത് എങ്ങനെയുള്ള പേരിലായിട്ട് കോമൺ നൗൺ എന്ന് പറയുമ്പോൾ that is also known as general noun അല്ലെ? ഇതിനെ എന്തുകൂടി വിളിക്കാം? ജനറൽ നൗൺ എന്ന് കൂടി വിളിക്കാം. ഓക്കെയോ?
This common noun also begins with small letter. But proper noun in capital. Right? That begins with common noun begins with a small letter, but the proper noun in capital. Okay, ആയോ ഇത്രയും? Yes, ma'am. ഇത്രയും നോക്കാണോ? അതിന് പറയാം. അപ്പൊ മായ സ്പീക്സ് എന്ത് പകരം ഞാൻ എന്ത് ഷീ അല്ലെ? മായക്ക് പകരം എന്ത് എഴുതി? ഷീ സ്പീക്ക് അല്ലെ? അവൾ സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആരെന്ന് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയില്ല. ഹൂ സ്പീക്സ് എന്നുള്ളതിന് ഉത്തരം നമുക്ക് we will not get the answer, correct answer from this sentence, but in the proper noun we will get the correct answer. Who is speaking English? Alle, who speaks? Then we will get the answer. Maya, she speaks English well. Okay, yo. Okay, ma'am. Okay. Any, my son is a doctor. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇതില് പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ ഉള്ളത്? ഇവിടെ റെഫർ ചെയ്യുന്നത് പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ? Common noun. കോമൺ നൗൺ. അല്ലെ? ബിക്കോസ് ഹിയർ ഇസ് അല്ലെ മൈ സൺ അല്ലെ? മൈ സൺ ഇസ് എ കോമൺ അല്ലെ? ആൻഡ് ദ ഡോക്ടർ വിച്ച് ഡോക്ടർ അല്ലെ? മൈ സൺ എന്ന് പറഞ്ഞു. ഏത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. There is not given there is not given as the specialization of that sector അല്ലെ? ആ ഭാഗത്തിൽ ഏത് സ്പെഷ്യലൈസേഷൻ ആണെന്ന് there is no indicated അല്ലെ? ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് this my son is a common noun and doctor is a common noun. Okay ayo? Okay to know. Yes, ma'am. And the noun is distinguished in countable. പഠിച്ചു കഴിഞ്ഞു ഇത് countable and uncountable? Yes, ma'am. എന്താണ് countable എന്ന് വെച്ച് കഴിഞ്ഞാല്? That we can count. That we can count with numbers, that we can quantified അല്ലെ? That we can quantified with the numbers is called countable. But uncountable, we can't quantified with a number but in amount. Okay, മനസ്സിലായി ഞാൻ പറയണത്? Don't you understand what I am saying? Yes, ma'am. Yes, ma'am. The countable is quantified with numbers അല്ലെ? കൗണ്ടബിൾ ആണെങ്കിൽ കൗണ്ടബിൾ noun ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിഫൈഡ് വിത്ത് നമ്പേഴ്സ് അല്ലെ? നമ്പർ കൊണ്ട് നമുക്ക് എന്താണ്? I have 1 ear and 1 and then 2 ears അല്ലെ? എനിക്ക് 2 ചെവിയുണ്ട് അല്ലെ എന്ന് പറയാം അല്ലെ? There is 2 books അല്ലെ? അവിടെ 2 ബുക്കുണ്ട്, അവിടെ 2 ബുക്ക് ഇരിപ്പുണ്ടെന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? ഓൺ ദ ടേബിൾ അല്ലെ? ആ ടേബിളിൽ 2 ബുക്ക് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണി എടുക്കാനായിട്ട് സാധിക്കും. വി ക്യാൻ കൗണ്ടബിൾ, വി ക്യാൻ കൗണ്ട് ദാറ്റ് നമ്പർ അല്ലെ? ആ നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. എത്ര ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, എന്താണ് 10,000 ആയിക്കോട്ടെ. അപ്പോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? Count ചെയ്യാൻ സാധിക്കും. We can possible to count that numbers, that is quantified that numbers. But in the uncountable nouns there is എന്താ സംഭവിക്കുക? uncountable numbers there is no possibility അല്ലെ? There is no possibility quantify that number അല്ലെ? ആ നമ്പേഴ്സിനെ നമുക്ക് എണ്ണി എടുക്കാൻ സാധിക്കുമോ? No, ma'am. ഇല്ല അല്ലെ? Never അല്ലെ? We can't count that numbers, but we can indicate in amount അല്ലെ? ഒരു എമൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഇൻഡിക്കേറ്റ് ചെയ്യാം അല്ലെ? എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? വാട്ടർ, A glass of water. ഷുഗർ അല്ലെ? വാട്ടർ ആണെങ്കിൽ എന്ത് പറയും?
1 ലിറ്റർ അല്ലെ? ഷുഗർ ആണെങ്കിൽ kg എന്നതിലേക്ക് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഓക്കെ ആയല്ലോ? യെസ് മാം. ഇനി നൗണിനെ നമുക്ക് എന്തായിട്ട് കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും തിരിച്ചിട്ടുണ്ട്. ഇനി കൗണ്ടബിളിനെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. എന്താണ്? കേട്ടോ, കളക്റ്റീവ് നൗൺ അല്ലെ? കേട്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ പഠിച്ചതല്ലേ? ഏതൊക്കെയാണ് പറഞ്ഞോളൂ. എന്തൊക്കെയായിട്ട് തരംതിരിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്? എന്താണ് പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രോപ്പർ നൗൺ എന്നും കോമൺ നൗൺ എന്നും അബ്സ്ട്രാക്ട് നൗണും കളക്റ്റീവ് നൗണും. Abstract noun. പ്രോപ്പർ, കോമൺ ആൻഡ് കളക്റ്റീവ്. ഇതിൽ വരുന്നതാണ് മെറ്റീരിയൽ നൗൺ ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ അല്ലെ? പഠിച്ചല്ലേ നിങ്ങള്? പഠിച്ചോ അത്? എന്താണ് മെറ്റീരിയൽ നൗൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് നൗൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? പറഞ്ഞോളൂ. മെറ്റീരിയൽ നൗൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺ എന്താണ്? നമുക്ക് കാണാനൊന്നും കഴിയില്ല, ഫീൽ ചെയ്യാൻ പറ്റും. അതാണോ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്? കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത് ഇമോഷൻസ് പറയുന്നത് ആംഗർ, ഫ്രീഡം, ലവ്. അത് അബ്സ്ട്രാക്ട് നൗൺ അല്ല. മെറ്റീരിയൽ അത് അബ്സ്ട്രാക്ട് നൗൺ അല്ലേ? ഞാൻ ചോദിച്ചത് മെറ്റീരിയൽ നൗൺ ആണ്. മെറ്റീരിയൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺ ആണ്. കോൺക്രീറ്റ് നൗണിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കളക്റ്റീവ് നൗൺ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കളക്റ്റീവ് നൗൺ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ മെറ്റീരിയൽ നൗണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കോൺക്രീറ്റ് നൗണിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കൗണ്ടബിൾ നൗണിന്റെ രണ്ട് പറഞ്ഞിട്ടില്ല. പാർട്സ് അല്ലേ കളക്റ്റീവ് നൗണും അബ്സ്ട്രാക്ട് നൗണും വരുന്നത്? എന്താണ്? അൺകൗണ്ടബിളിലാണ് മെറ്റീരിയൽ ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ വരുന്നത്. മാം ഇപ്പൊ കൗണ്ടബിൾ അല്ലേ പറഞ്ഞത്? കൗണ്ടബിളിലെ രണ്ടെണ്ണം കളക്റ്റീവ് നൗണും അബ്സ്ട്രാക്ട്. കൗണ്ടബിളിൽ ഞാൻ ഇല്ല, കൗണ്ടബിളിലല്ല അബ്സ്ട്രാക്റ്റും ഇതിൽ മെറ്റീരിയൽ നൗൺ വരുന്നത് അൺകൗണ്ടബിളിലേ വരുള്ളൂ. മെറ്റീരിയൽ അബ്സ്ട്രാക്ട് ഞാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പൊ മെറ്റീരിയൽ നൗണും അബ്സ്ട്രാക്ട് നൗൺ എന്താന്ന് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മാം ഇപ്പൊ കൗണ്ടബിൾ നൗൺ മെറ്റീരിയൽ നൗൺ കൗണ്ടബിൾ നൗൺ ഏതാ വരുന്നത്? കളക്റ്റീവ് നൗണും പറഞ്ഞോളൂ. കൗണ്ടബിൾ നൗണിന് ഏതാ വരുന്നത് മാം? കളക്റ്റീവ് നൗണും പിന്നെ ഏതാ ഒരെണ്ണം കൂടെ വേറെ? പ്രോപ്പർ ആൻഡ് കോമൺ നൗൺ. നൗണില് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും. അതിനകത്ത് കൗണ്ടബിളിൽ നമുക്ക് വരുന്ന കളക്റ്റീവ് നൗണും അബ്സ്ട്രാക്ട് നൗണും അല്ലേ? ഏതാണ് കൗണ്ടബിൾ നൗണിൽ വരുന്നത് കളക്റ്റീവ് നൗണും അബ്സ്ട്രാക്ട് നൗണും അല്ലേ വരുന്നത്? കൗണ്ടബിൾ നൗണിലോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇത് പറയൂ. നിങ്ങൾ എന്താണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയൂ. ഞാൻ പറഞ്ഞെന്നുള്ളത്. ഗോൾഡ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഗോൾഡ്, വുഡ്, മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങളില്. ഗോൾഡോ? സെൽഫിന്റെ പേര്. അതായത് ഗോൾഡ്, എയർ അങ്ങനെയുള്ള കാര്യം, എയർ, വാട്ടർ അങ്ങനെയുള്ളതാണ് മെറ്റീരിയൽ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ. നൗണിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നൗണിനെ നമുക്ക് കൗണ്ടബിൾ നൗൺ എന്നും അൺകൗണ്ടബിൾ നൗൺ എന്നും തരംതിരിക്കാം. ഇത് മനസ്സിലായോ? ഇനി ഈ കൗണ്ടബിൾ നൗണിനെ പ്രോപ്പർ നൗൺ എന്നും കോമൺ നൗൺ എന്നും കളക്റ്റീവ് നൗൺ എന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അത്രയും മനസ്സിലായോ?
ഇനി ഈ അൺകൗണ്ടബിൾ നൗണിനെ മെറ്റീരിയൽ എന്നും അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺ എന്നും അബ്സ്ട്രാക്ട് നൗൺ ഓക്കെ മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായി മാം. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നമുക്ക് ആ നൗണിൽ നമ്മൾ പ്രോപ്പർ നൗണും കോമൺ നൗണും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്താണ് പ്രോപ്പർ നൗൺ എന്ന് കോമൺ നൗൺ എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതില് കൗണ്ടബിളിൽ നമുക്ക് പഠിക്കാനുള്ളത് കളക്റ്റീവ് നൗൺ ആണ് അല്ലെ? എന്താണ് കളക്റ്റീവ് നൗൺ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കളക്റ്റീവ് നൗൺ? Group of ഗ്രൂപ്പിനെ കാണിക്കുന്നു. A group of similar A group class of അല്ലേ? nouns. A group of similar class or nouns അല്ലേ? That is called കളക്റ്റീവ് നൗൺ അല്ലേ? അതായത് എന്താണ് കളക്റ്റീവ് നൗൺ എന്നാണ്? ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ആ ഫാമിലിയില് എന്തുണ്ടാവും? ഒരുപാട് ഇൻഡിവിജ്വൽസ്, ഫാദർ, മദർ ആൻഡ് എന്താണ് ഡോക്ടർ ആൻഡ് സൺ അല്ലെ? ചിലപ്പോൾ ഇവരെല്ലാം കൂടി കൂടിയിട്ടാണ്, ഇത്രയും ഇൻഡിവിജ്വൽസ് കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? മേക്കിംഗ് എ ഫാമിലി അല്ലേ? അവിടെ ഒരു ഫാമിലി ഉണ്ടാവുന്നത് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് ആണ്, ദാറ്റ് ഇസ് ഫാമിലി. ആൻഡ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം പൂക്കളാണ് അല്ലേ? ഒരു കൂട്ടം പൂക്കളാണ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സില് ഒരുപാട് സ്റ്റുഡൻസ് ഇരിപ്പുണ്ടാവും അല്ലെ? ഒരുപാട് കുട്ടികൾ അല്ലെ? ആ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? Yes, ma'am. ആ പിന്നെ ഒരുപാട് കാറുകളൊക്കെ അവിടെ കിടപ്പുണ്ടെങ്കിൽ അല്ലെ? ഒരുപാട് കാറുകൾ ഇങ്ങനെ നിരന്നിരുന്ന കാറുകൾ കിടപ്പുണ്ടെങ്കിൽ എന്ത് പറയാം? ഫ്ലീറ്റ്സ് ഓഫ് കാർ എന്ന് പറയാം. ഇനി എന്താണ്? ഒരുപാട് ജനങ്ങൾ, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടി നിന്ന് കഴിഞ്ഞാല് എന്ത് പറയാം? ദാറ്റ് ഇസ് ക്രൗഡ്. മനസ്സിലായോ? ഓക്കെ അല്ലോ? ഇത്തരത്തിലുള്ള നൗൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ്. ഓക്കെ അല്ലോ? ഇനി നമ്മൾ കഴിഞ്ഞപ്പോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പറഞ്ഞോളൂ. ഹലോ ചോദിക്കാനുണ്ടോ? മെറ്റീരിയൽ ഓർ കോൺക്രീറ്റ് നൗൺ. എന്തായാലും മെറ്റീരിയൽ ആൻഡ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ മാസ് ആണോ? That is, it is a name of metal or substance of which thing is made. Okay? We can touch it, we can see it, and Yes. we can hear it, and we can feel it. That is concrete noun. Okay? That is Yes, ma'am. tangible thing. Concrete noun is tangible. അല്ലേ? നമുക്ക് കാണാൻ സാധിക്കും, അതിനെ തൊടാൻ സാധിക്കും, ഇതൊക്കെ നമുക്ക് കേൾക്കാനും ഒക്കെ സാധിക്കും അല്ലെ? മ്യൂസിക്
എന്ന് പറയുമ്പോൾ ഒരു കോൺക്രീറ്റിലേക്ക് വരും അല്ലെ. വി ക്യാൻ ഹിയർ ദാറ്റ് സൗണ്ട് ആൻഡ് ദിസ് ഇസ് കോൾഡ്, ദാറ്റ് ഇസ് ഓൾസോ എ കോൺക്രീറ്റ്. ആൻഡ് ദ ടേബിൾ വി ക്യാൻ ടച്ച് ഇറ്റ് ആൻഡ് വി ക്യാൻ റെക്കഗ്നൈസ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് വൺ അല്ലെ. നമുക്ക് അതിന്റെ ഷേപ്പ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലെ. വി ക്യാൻ സീ ഇറ്റ്. അതിനെ നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. Such type of materials are including in the concrete nouns. Okay, but in the abstract noun, it is the opposite of material noun. It's a general reference of the feelings of expression, emotion, and etc. These are including in abstract noun. Abstract noun means we can't touch, we can hear, we can't see. This type of, that is intangible thing. അത്തരത്തിലുള്ള ഒന്നിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ അപ്പൊ എന്താന്ന് മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ പറയോ? ഞാൻ കേട്ടില്ല. ഇപ്പൊ തൊടാൻ പറ്റുമോ ഇതിനെ പോയി? ഇല്ല അല്ലേ? ഒരു പ്രാവശ്യം കൂടെ പറയുന്നത് കട്ട നെറ്റ്വർക്ക്. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാം. ആ, നമുക്ക് അതിനെ എന്താണ് നമുക്ക് ചെയ്യാൻ ബന്ധപ്പെട്ടില്ല. വി കാൻ ടച്ച്, കാൻ സീ, കാൻ സീ, കാൻ ഫീൽ അല്ലേ. അതിനെ കുറിച്ച് ഒരു എന്താണ് നമുക്ക് എന്താണ് ആ ഫീൽ അല്ല, ഒരു ഫീലിങ്സ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യും. ദർ ഇസ് ജനറേറ്റ് ഓൺലി ഫീലിങ്സ്. There is generate only feelings. That is called abstract noun. Okay, we can't touch, we can't see, we can't hear. That is intangible thing. The abstract noun is intangible. Okay ആയോ? നമുക്ക് തൊടാനോ കാണാനോ എന്താണ് എന്താണ് കേൾക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. We can feel it, but we can feel it. Okay ആയോ? Okay ആണോ? Yes ma'am. Example, happy, friendship അല്ലേ. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ടു പേഴ്സൺസ് ആർ എന്താണ് between that persons, that both of them there is generating that friendship അല്ലെ. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എന്താണ് വി ക്യാൻ ഫീൽ ഇറ്റ്. നമുക്കത് അനുഭവിക്കാൻ പറ്റും. പക്ഷേ വി കനോട്ട് എക്സ്പ്രസ് വാട്ട് ഈസ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നത് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ? നമുക്ക് അതിനെ കൊണ്ടുവന്ന് എടുത്തു കാണിക്കാനായിട്ട് പറ്റുമോ? എൻഹാൻസ് ചെയ്ത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇതാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നില് അല്ലെ. ഹാപ്പി, സന്തോഷമായിക്കോട്ടെ, ഇതാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് അതിനെ എന്താണ് ഒരാളുടെ മുന്നിലേക്ക് എന്താണ് എടുത്തു കാണിക്കാൻ കാണത്തക്ക വിധം കൊണ്ടുവരാനൊന്നും പറ്റൂല. പക്ഷേ ദർ ഇസ് ജനറേറ്റഡ് ഇസ് സംതിങ് അല്ലെ. അവിടെ എന്തോ ഒന്നും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നു. വി റെക്കഗ്നൈസ് ദാറ്റ് ഫീലിംഗ്, ദാറ്റ് ഇസ് ഹാപ്പി അല്ലെ. നമുക്ക് ആ ഒരു ഇമോഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഹാപ്പി എന്നുള്ളൊരു ഇമോഷൻ അവിടെ ഉണ്ടാവുന്നു എന്നത് മാത്രമേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? പെടും. അത്തരത്തിലുള്ള ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ദിസ് ടൈപ്പ് ഓഫ് ഓൾ ഫീലിംഗ്സ് ആർ ഇൻക്ലൂഡിങ് ഇൻ abstract noun. Okay. Okay അല്ലോ. ഇതൊക്കെ കഴിഞ്ഞതല്ലേ? ഈ നൗൺസ് ഒക്കെ കഴിഞ്ഞല്ലേ? ഇനി പ്രോനൗൺസ് ഒക്കെ എടുത്തോ? ഇല്ല മാം, മാം എടുക്കുന്ന ക്ലാസ് നന്നായിട്ട് മനസ്സിലാവും. മാം അത് പറഞ്ഞു കണ്ടിന്യൂഷൻ ആയിട്ട്. എന്താണ് റിപ്പീറ്റേഷൻ ആയാലും അല്ലെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അല്ലെ?
അതെ അപ്പൊ yes, ആ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. മാം ഇത് കേട്ടില്ല, മെറ്റീരിയൽസ് നൗണിന്റെ ഒന്ന് പറയാവോ? മെറ്റീരിയൽ നൗൺ പറയാലോ. മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് ഇത്ര വിചാരിച്ചാൽ മതി, നമ്മൾക്ക് കാണാനോ കേൾക്കാനോ തൊടാനോ ഒക്കെ സാധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മെറ്റീരിയൽ നൗൺ. ഒരു ടേബിള്, നമ്മുടെ മനസ്സിൽ ടേബിളിനെ കുറിച്ച് ആലോചിക്കുമ്പോ, അല്ലെങ്കിൽ ടേബിൾ ചെയർ എന്ന് പറയുമ്പോ മനസ്സിൽ എന്താ ഓടി വരിക? നമുക്ക് കണ്ടുകൊണ്ടാണല്ലോ അതിന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വന്നത്. 4 കാലുള്ളൊരു അല്ലെ, ഒരു വുഡണായിട്ടുള്ളൊരു സംഭവം ഒന്ന് അല്ലെ, അതിന് 4 കാലുണ്ടെന്നൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുമോ അതിനെ കുറിച്ച്? അതായത് നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും ഒക്കെ സാധിക്കുന്നത് ടാഞ്ചിബിൾ ആണെന്നാണ് അർത്ഥം. അതായത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ടാഞ്ചിബിൾ ആയിട്ടുള്ള സംഭവമാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഇതിന്റെ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, എന്താണ് അതിനെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല, പക്ഷെ ജസ്റ്റ് എ ഫീലിംഗ്, അത് ആ സംഭവം അവിടെ ഉണ്ട് അല്ലെ, ദാറ്റ് ഇൻസിഡന്റ് ഹാപ്പനിങ് ദർ അല്ലെ, ആ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിക്കുന്നുണ്ടെന്നല്ലാതെ വി കാൺ റെക്കഗ്നൈസ് അല്ലെ, നമുക്ക് എന്താണ് വി കാൺ റെക്കഗ്നൈസ് അല്ല, വി കാൺ റെക്കഗ്നൈസ് ദാറ്റ് ഫീലിംഗ് അല്ലെ, നമുക്കത് ഫീലിംഗ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ മുന്നിൽ കൊണ്ടുവന്ന് നമുക്ക് അതിനെ കാണിക്കാനായിട്ടൊന്നും സാധിക്കില്ല. ഇൻടാഞ്ചിബിൾ വൺ അല്ലെ, അത് ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് മാത്രമേ സാധിക്കുള്ളൂ, പക്ഷെ അത് തൊടാനോ കാണാനോ ഒന്നും സാധിക്കില്ല. അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫീലിങ്സും നമ്മുടെ എക്സ്പ്രഷൻസും ഒക്കെ ഉൾപ്പെടുന്നത് അബ്സ്ട്രാക്ട് നൗണിലാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഉണ്ടോ? മാം പറയുന്നത് മനസ്സിലാവുന്നു, അല്ലെ, ആയതുകൊണ്ട് കേട്ടില്ല, അതുകൊണ്ടാണ്. ഇനി പ്രോനൗൺസിലേക്ക് അല്ലെ, നമ്മളിപ്പോ നൗണിന്റെ കഴിഞ്ഞു, നമുക്കിനി ഉള്ള വിഭാഗമാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ് പ്രോനൗൺ എന്ന് പറയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ചിൽ എത്ര വിഭാഗങ്ങളുണ്ട്? എത്ര എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട് പാർട്സ് ഓഫ് സ്പീച്ചിനെ? 8. അല്ലെ, ബേസിക് ഗ്രാമർ ആണ് അല്ലെ, ബേസിക്കില് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ പാർട്സ് ഓഫ് സ്പീച്ചിലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ എത്ര എണ്ണമായിട്ട് വിഭാഗിച്ചിരിക്കുന്നു? കറക്റ്റ് ആണ് പറഞ്ഞത്, പറഞ്ഞോളൂ. 8. അവിടെ ആരോ പറഞ്ഞു ആൻസർ? 8 ആയിട്ട് 8 അല്ലെ. ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? 8 ആണ് അല്ലെ. ഏതൊക്കെയാണെന്ന് ഒന്ന് പറയൂ. നൗൺ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നൗൺ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. രണ്ടാമത്തെ എന്താ? pronoun, ഇപ്പൊ പഠിക്കാൻ പോയത് എന്താ? ഇപ്പൊ പഠിക്കാൻ പോയത് pronoun, സർവനാമം. adjective, adverb, അത് pronoun, adjective, adverb, verb, adverb, preposition preposition കേട്ടോ. പ്രിപ്പോസിഷൻ അല്ല, preposition കേട്ടോ. conjunction and interjection. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, 9th. ഒരു 9th ഉണ്ട്, പക്ഷെ അതില് 8 വിഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുത്തത്. 9ാമത്തെ വിഭാഗം ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡിറ്റർമിനർ കേട്ടോ. ഓക്കെ ഓക്കെയോ? അതില് 2ാമത്തെ വിഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രോനൗൺ എന്താണെന്ന്.
പ്രോനൗൺ എന്താന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കണേ. ഇംഗ്ലീഷ് എന്താ? ഇംഗ്ലീഷിന് വല്ല ഇതുണ്ടോ? ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എന്താ? എന്താണ് നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അർത്ഥമാക്കിയിരിക്കുന്നത്? ലാംഗ്വേജ്. ലാംഗ്വേജ് ആണ്, പക്ഷെ അതിനൊരു അതിനൊരു ഇതുണ്ട്. അതിന്റെ ഒരു ഫുൾ ഫോം ഉണ്ട്. അറിയോ? No ma'am, please tell me. അറിയില്ല. മാം ഇംഗ്ലണ്ടിൽ നിന്ന് അതാണോ ഇംഗ്ലീഷ്? ഇംഗ്ലണ്ടിൽ നിന്ന് ശ്രമിച്ചു നോക്ക്, ഒന്ന് ആലോചിച്ചൊക്കെ നോക്ക്. ഞാൻ തന്നെ അങ്ങോട്ട് ആലോചിച്ച് നോക്കും. നല്ല കുട്ടികളാണ്, അപ്പൊ നന്നായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. എന്ന് പറയുമ്പോ എന്തായിരിക്കുള്ളൂ? എവിടെ നിന്നാണ് ഇംഗ്ലീഷ് വന്നിരിക്കണേത്? ബ്രിട്ടീഷ് കൺട്രി. ബ്രിട്ടീഷ് ബ്രിട്ടീഷ് എന്ന് പറയുമ്പോ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന രാജ്യത്തിന്റെ പേരെന്താ? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. അപ്പൊ ഇംഗ്ലണ്ട്, US. ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ വരുന്ന രാജ്യങ്ങൾ സംസാരിക്കും. അണ്ടറിൽ വരുന്ന ഇതിനെ കുറിച്ചാണ്. അണ്ടറിൽ വരുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അത് ശരിയാണ്. എന്ത് വരും? അപ്പോ നെതർലൻഡ്. അല്ലെ, ഇംഗ്ലണ്ട് നേറ്റീവ്, ജനറൽ ലാംഗ്വേജ് ഫോർ നേറ്റീവ് സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. ഓക്കെ, കിട്ടിയോ? ഇംഗ്ലണ്ട് നേറ്റീവ് ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. ഇംഗ്ലണ്ട് ഓക്കെ അല്ലേ? ലാംഗ്വേജ് ഫോർ അല്ല, അപ്പൊ ജി മാം. ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. കിട്ടിയില്ലേ? ഓക്കെ ഇല്ലേ? ലാസ്റ്റ് എന്ത് വേർഡ് ഒന്ന് പറയാമോ? ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. ആൻഡ് ഹെയിൽസ്, HALES. ആണ് ഇത്. ഹെയിൽസ്. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയെടുത്തില്ലേ ഇത്? അപ്പൊ എന്തായിരിക്കാം ഗ്രാമർ? എന്താണ്? നമ്മൾ എന്താണ് ഗ്രാമർ ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? വലിയ കാര്യത്തിന് ഗ്രാമർ പഠിക്കുന്നുണ്ട്. ഗ്രാമർ എന്ന് വെച്ചാൽ എന്താ? ജനറൽ. മാം ഒരു ഡൗട്ട്. ഇംഗ്ലണ്ട് നേറ്റീവ് ലാംഗ്വേജ് ഫോർ അതല്ലേ? ഇംഗ്ലണ്ട് നേറ്റീവ് ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ് ആൻഡ് ഹെയിൽസ്. കേട്ടോ? ഗ്രാമർ എന്ന് പറഞ്ഞാൽ ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ്. ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ്. റൂൾസ് ആൻഡ് മാനേഴ്സ്. ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് ആണ് ഗ്രാമർ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്?
മാം അപ്പൊ 2 M വരുന്നില്ലേ? MER ഒക്കെ. ഞാൻ പറയാം കേട്ടോ. ഓക്കെ. ജനറൽ ഹലോ. മാം പറയൂ. പറയട്ടെ? യെസ് മാം. അയ്യോ പോയില്ല. ജനറൽ rules and manners. General rules and manners modulated according to reasons. കിട്ടിയോ? ഗ്രാമർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഗ്രാമർ എന്താണെന്ന്? Yes ma'am. General rules and manners modulated according to reasons അല്ലേ? അപ്പോ ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് ആണ് അല്ലെ, എങ്ങനെ മോഡുലേറ്റ് ചെയ്യുക അല്ലെ, എന്താണ്? അക്കോർഡിംഗ് ടു റീസൺസ്, വരുന്ന റീസൺസിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യപ്പെടുന്ന മാനേഴ്സ് ആൻഡ് റൂളേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചുരുക്കത്തിൽ അബ്രിവേറ്റഡ് ചെയ്ത് വിളിക്കുന്നത് ഗ്രാമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആയോ? അപ്പോ നമ്മള് പഠിക്കാൻ പോകുന്നത് പ്രോനൗണിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. എനിക്കപ്പോ ഇങ്ങോട്ട് വേഗം പറഞ്ഞു തന്നു കഴിഞ്ഞാല് എനിക്ക് വേഗം ക്ലാസ് എടുത്തിട്ട് പോവാം. പേരിന് പകരം അതായത് നൗണിന് പകരം ഉപയോഗിക്കുന്നു. ഓക്കെ. അത് നൗണിന് പകരമായിട്ട് അല്ലെ. നൗണിന് പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് നൗൺ വി ആർ യൂസിങ് ദിസ് പ്രോനൗൺ അല്ലെ. ഏതൊക്കെയാണ് പ്രോനൗൺ ആയിട്ടുള്ളത്? പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയാണ്? he, I, you, it, him, her, he, she, we, it, we, he, they അല്ലെ. ഇതൊക്കെ എന്താണ്? പേഴ്സണൽ പ്രോനൗൺസ് ആണ് അല്ലെ. ഈ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പോ ഒബ്ജക്റ്റിലേക്ക് ഐ വരുമ്പോൾ എന്തായിട്ട് മാറും? ഐനെ നമ്മള് നീ എന്ന് പറയാം അല്ലെ. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? നീ ആകും. യു എന്നുള്ളത് എന്തായിട്ട് മാറും? യു തന്നെയാണ് അല്ലെ. നീ തന്നെ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഹി എന്താവും? ഹിം. ഷീ, ഹെർ. ഇറ്റ് തന്നെ. വി എന്താണ്? ഔർ അല്ല, ഔറല്ല, അസ്സാണ്. അസ്, ഞങ്ങളെ. അസ് വി അസ്. ഔറല്ലട്ട, അസ്സാണ് കേട്ടോ. ഓക്കെ ആയില്ലേ? ഇങ്ങനെയാണ് സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലൊക്കെ വരുമ്പോ പേഴ്സണൽ പ്രോനൗൺസിന്റെ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാണ്, മേരി wrote a letter. മേരി ഒരു ലെറ്റർ എഴുതി അല്ലെ. അപ്പോ ഞാൻ ഈ മേരിക്ക് പകരമായിട്ട് ഞാൻ എഴുതി എന്തെഴുതാം? എനിക്ക് മേരിക്ക് പകരമായിട്ട് ഷീ wrote a letter. ഓക്കെ ആയില്ലേ? ഷീ wrote a letter. അപ്പൊ ഇവിടെ മേരി എന്നുള്ളതാണ് ആ സബ്ജക്റ്റിനെ ഞാൻ എന്താക്കി മാറ്റി? ഷീ എന്ന പ്രോനൗൺ കൊണ്ട് റീപ്ലേസ് ചെയ്തു അല്ലേ. ഇനി ഒബ്ജക്റ്റീവ് പ്രോനൗൺ എങ്ങനെ ഉപയോഗിക്കാം? ഐ കോൾഡ് മേരി.
ഞാൻ മേരിയെ വിളിച്ചു. ആ മേരി എന്ന് പറയുന്നത് ഏത് സ്ഥാനത്താണ് കിടക്കുന്നത്? ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ? സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഐ. ഒരു സെന്റൻസ് ഉണ്ടാവുന്നത് S+V+O, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അല്ലെ? ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് വരുള്ളൂ? ഒരു സെന്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ അല്ലെ? അപ്പൊ ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഐ ആണ് അല്ലെ? പിന്നെ വന്ന് കോൾഡ് എന്ന് പറയുന്നത് വെർബാണ്. മേരിയുടെ സ്ഥാനം അപ്പൊ ഏത് സ്ഥാനത്താണ് കിടക്കുന്നത്? ഒബ്ജക്റ്റ് അല്ലെ? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ എനിക്ക് വേണമെന്ന് ചെയ്യാം, ആ ഒബ്ജക്റ്റിന് പകരമായിട്ട് ആ ഒബ്ജക്റ്റീവ് സ്ഥാനത്ത് അപ്പൊ ഷീ ആണല്ലോ, ഷീ എന്തായിട്ട് മാറും? ഹെർ ആയിട്ട് ചേഞ്ച് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് എഴുതാം? ഐ കോൾഡ്, മേരിക്ക് പകരം ഞാൻ എന്ത് ചെയ്ത്? ഐ കോൾഡ് ഹെർ. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങളെ എവിടം വരെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ മുതൽ ഞാൻ എടുത്തോളാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്, നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്തതാണ് നമ്മുടെ ഇതെല്ലാം. ഫസ്റ്റ് ഇതുപോലെ തന്നെ എടുത്താൽ മതി മാം, നന്നായിട്ട് മനസ്സിലാവുന്നത്. ഇത് ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ? എടുത്താൽ മതി. എല്ലാം ഇപ്പൊ ഇങ്ങനെ തന്നെ എടുത്തു തരാം കേട്ടോ. അത് തന്നെ എടുത്താൽ മതി. നല്ല ക്ലാസ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നിങ്ങള് എന്താണ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോരുത്തരെ വിളിച്ച് ഞാൻ ചോദിക്കുമ്പോ അവരെല്ലാം നന്നായിട്ട് റെഫർ ചെയ്തിട്ട് വരെ. എനിക്കറിയാം നിങ്ങള് എല്ലാവരും ഇതിൽ എന്താണ് നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം അറിയാം. എന്നാലും നമ്മളൊരു കോഴ്സിൽ അല്ലേ, നമ്മളൊന്ന് കോഴ്സിൽ പഠിക്കാൻ വന്നിരിക്കുന്നു. ആ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും എടുക്കണം അല്ലേ? പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്കും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഇല്ലേ? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനും പറ്റില്ലേ? ഇതൊക്കെ അമ്മ എന്താണ് നൗൺ എന്ന് ചോദിച്ചാൽ പ്രോനൗൺ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? അതുപോലെ മാം ഇപ്പൊ ഞങ്ങള് ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താണെന്നും ഗ്രാമറിന്റെ ഫുൾ ഫോമും അറിയില്ല. അപ്പൊ മാം പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് അറിയില്ലായിരുന്നു അത് എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾക്ക് അല്ലേ? മാമിനെ കണ്ടില്ലല്ലോ, ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ? വീഡിയോ ഞാൻ ചിലപ്പോ ഞാൻ ഇതിന്ന് ലെഫ്റ്റ് ആയി പോകട്ടെ, അറിയില്ല. നോക്കട്ടെ കേട്ടോ എന്തായാലും. ഓക്കെ. പിന്നെ കാണാമോ? ഓക്കെ മാം, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ഇതൊക്കെ പഠിച്ചൊക്കെ പോവാം കേട്ടോ. പേടിക്കണ്ട. എല്ലാവരും എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോ ഓരോരുത്തരും ഉത്തരം പറയാൻ തരത്തിൽ വരിക. നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോഴല്ലേ നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ടീച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. മാം ഇങ്ങനെ ചോദിക്കുമ്പോ ഞങ്ങള് ആൻസർ പറയുമ്പോഴാണ് അത് അറിയുന്നത്. അതെ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാം കേട്ടോ. പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.